സുഹൃത്തുക്കളെ നമസ്കാരം. നല്ല മഴയായിരുന്നു ഇന്ന്, അതുകൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറക്കം ഒന്ന് എണ്ണീച്ച് വന്നപ്പോഴാണ് ഓർത്ത് ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ മെസ്സി വരുമോ ഇല്ലയോ എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. എങ്കിലും നമ്മുടെ മരമുറി ചാനലുകാർക്ക് അത് അവരുടെ ചാനലിൽ പറഞ്ഞാൽ മതി. എങ്കിലും അദ്ദേഹം ആണെങ്കിൽ പത്രക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അതിനെപ്പറ്റിയൊക്കെയുള്ള പത്രസമ്മേളനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു പൊതു മുതൽ അല്ലെങ്കിൽ ഒരു പൊതു സ്റ്റേഡിയം ഇദ്ദേഹത്തിന് ഒരു കരാറും ഇല്ലാതെ ആരാണ് ഇയാൾക്ക് നന്നാക്കാൻ കൊടുത്തത്? അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ഒരു രേഖയുമില്ല, ഞാൻ അങ്ങ് കയറി ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെയുള്ള അധികാരം ഇയാൾക്ക് ആര് കൊടുത്തു? അല്ലെങ്കിൽ ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലയോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത് ഇപ്പോഴത്തെ അബ്ദുറഹ്മാൻ, മുൻ മന്ത്രി AC മൊയ്തീൻ. ഇവരോട് ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പം AC മൊയ്തീനാണെങ്കിൽ ഒരു ചാനലുകാരൻ്റെ മൈക്ക് തട്ടിത്തെറിപ്പിച്ചു. മറ്റേ പുള്ളിയാണ് പറയുന്നത്, നിന്നോടൊക്കെ സംസാരിക്കേണ്ട രീതി ഇതല്ല, അത് വേറെ ഭാഷ സംസാരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മരമുറി ചാനലിലെ ഒരു അഗസ്റ്റിനെ മറ്റോ പുള്ളിക്കാരൻ വന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ചെയ്യും, ഞാൻ ചെയ്തിട്ട് ഞാൻ സർക്കാരിന് കൈമാറും, ഞാൻ ആരോടും ചോദിക്കാതെ, എനിക്കൊരു രേഖയില്ലാതെ ഈ രേഖയില്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഒരു പഞ്ചായത്തിലെ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു പാർക്ക് ഞാൻ അങ്ങ് തുനിഞ്ഞിറങ്ങി ഞാൻ നന്നാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഏതെങ്കിലും ഒരു രേഖയിലോ അല്ലെങ്കിൽ നന്നാക്കാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ? ഇയാളങ്ങ് സ്വയം അങ്ങ് മുതലാളിയായി നാട് നന്നാക്കാനായിട്ട് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, എത്ര കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്, അയാളെത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണ്ടേ, അയാളെത്ര കല്യാണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പുള്ളി തന്നെ അങ്ങ് പറയുക. പുള്ളിക്കാരനെ സ്വയം അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് ഈ വാർത്താ സമ്മേളനമൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മൊയ്തീനും ഈ അബ്ദുറഹ്മാനും ഒക്കെ മൈക്ക് തെറിപ്പിക്കുന്നതും ഇതൊക്കെ. ഇവരൊക്കെ എല്ലാവരും കൂട്ടുകച്ചവടമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.